ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ലഡുവാണ്. നമ്മൾ സാധാരണയായിട്ട് ബേക്കറികളിൽ നിന്നൊക്കെ മേടിക്കാറില്ലേ ലഡു, പക്ഷേ ഒന്ന് ശ്രമിച്ചാൽ നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ലഡു ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 2 കപ്പ് കടലമാവ് എടുത്ത് ഈ പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള കടലമാവ് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ലഡുവിനൊരു നല്ല മഞ്ഞ കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിക്ക് പകരം വേണമെങ്കിൽ മഞ്ഞ ഫുഡ് കളർ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരല്പം കട്ടിയുള്ള ഒരു ബാറ്റർ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. ഈ ലഡു ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഇതിൻ്റെ ബൂന്തി ഒന്ന് തയ്യാറാക്കണമല്ലോ. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ കടലമാവ് ഇങ്ങനെ കലക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 1.5 കപ്പ് വെള്ളമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഇവിടെ എണ്ണ ഇപ്പം ചൂടായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാനൊന്ന് തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതുപോലൊരു അരിപ്പത്തവിയിലൂടെ ഈ മാവ് ഒഴിച്ചിട്ട് ബൂന്തി ഉണ്ടാക്കിയെടുക്കാം. ഈ ബൂന്തി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ക്രിസ്പി ആകേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരുപാട് ക്രിസ്പി ആയിപ്പോയാൽ നമ്മൾ പിന്നെ പഞ്ചസാര സിറപ്പൊക്കെ ചേർക്കുമ്പോൾ അതിലോട്ടങ്ങ് പഞ്ചസാര സിറപ്പ് അതിൻ്റെ അകത്തോട്ടൊന്നും അങ്ങനെ പിടിക്കത്തില്ല. അതുകൊണ്ട് അധികം മൂത്ത് പോകാതെ ശ്രദ്ധിക്കണം. ബാക്കിയുള്ള മാവ് കൊണ്ട് മുഴുവൻ നമുക്ക് ബൂന്തി റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഇപ്പോൾ മുഴുവൻ ബൂന്തിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ബൂന്തി ഒന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവനും ഇങ്ങനെ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ലഡു നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അതുകൊണ്ടാണ് ഇങ്ങനെ പൊടിച്ചെടുത്തിരിക്കുന്നത്. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്നൊന്ന് കറക്കി എടുത്താൽ മാത്രം മതി. ഇനി ബാക്കി പൊടിക്കാതെ വെച്ചിരിക്കുന്ന ബൂന്തിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലഡുവിന് വേണ്ടിയുള്ള പഞ്ചസാര പാനി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഈ പാത്രത്തിലോട്ട് ഞാനൊരു 1.5 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ഒരു 3/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലൊരു കട്ടിയുള്ള സിറപ്പാക്കി മാറ്റിയെടുക്കണം. പിന്നെ ഈ ലഡുവിന് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുന്നതിന് വേണ്ടി ഞാനൊരു 4 ഏലക്കായും 4 ഗ്രാമ്പും കൂടെ ഒന്ന് ചതച്ചെടുത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട്. പഞ്ചസാരപ്പാനി ഏകദേശം ആയി വരുന്നുണ്ട്. നമുക്ക് ഒരു നൂൽ പരുവും വേണ്ട. അതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജിൽ നമുക്ക് ഈ പഞ്ചസാര സിറപ്പ് ഒന്ന് ഓഫാക്കി എടുക്കണം. ഒരു നൂൽ പരുവ് ആയിക്കഴിഞ്ഞാൽ ലഡു നല്ല കട്ടിയായി പോകാൻ ചാൻസ് ഉണ്ട്. ഞാനൊരല്പം സോഫ്റ്റ് ആയിട്ടുള്ള ലഡുവാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഉണ്ടോ, ഇപ്പം ഒരു നൂൽ പരുവ് ആയിട്ടില്ല. അതിന് തൊട്ട് മുമ്പത്തെ സ്റ്റേജാണ്. ഈ ലഡുവിൽ ചേർക്കാൻ വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. ഞാൻ അതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഒന്ന് വറുത്തെടുക്കുകയാണ്. ഇനി പഞ്ചസാര പാനിയിലോട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ബൂന്തിയെല്ലാം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ബൂന്തി ഒരു 15 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോഴത്തേക്ക് ആ സിറപ്പൊക്കെ ആ ബൂന്തിയിലോട്ട് നന്നായിട്ടൊന്ന് പിടിക്കും. എന്നിട്ട് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കണം. ചൂടാറിപ്പോയി കഴിഞ്ഞാൽ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനിപ്പം അതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. പഞ്ചസാര പാനിയെല്ലാം കറക്റ്റ് പരുവായിരുന്നു.
ഇതിപ്പോൾ ആദ്യത്തെ ലഡു റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ലഡുവും നമുക്ക് ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ 2 കപ്പ് മാവിൽ നിന്ന് ഒരു 16 ലഡുവാണ് ഞാനിവിടെ ഉരുട്ടിയെടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനെക്കാട്ടിയും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. ലഡു ഉണ്ടാക്കുമ്പോൾ 2 കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. പഞ്ചസാര പാനിയുടെ പരുവവും അതുപോലെ തന്നെ ബൂന്തി നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഒരുപാട് ക്രിസ്പിയായി പോവുകയും ചെയ്യരുത്. പിന്നെ നമ്മൾ ആ ബൂന്തിയൊക്കെ ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ലഡു തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഉരുട്ടിയെടുക്കുമ്പോൾ ചൂടോടുകൂടി തന്നെ ഉരുട്ടിയെടുക്കണം. നന്നായിട്ട് തണുത്ത് പോയാൽ പിന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ല. നിങ്ങളും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാകും. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും അടിപൊളിയായിട്ടുള്ള നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ടേസ്റ്റി ക്യൂൻസ്.